ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണ സദൃശ വർണ്ണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം 3 ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു. അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ. സർവഗ്രഹണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്തി. എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം. ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹാः അനുകൂലः, ജീവേ അനിഷ്ടസ്ഥിതേ പ്രാതികൂല്യേ ഭവന്തः. വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ്. ഇഷ്ടസ്ഥനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും. എന്താണ് വ്യാഴമുണ്ടാക്കുന്ന ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ? ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം. ധീജിത് പുത്ര അംഗസൗഖ്യം, ബുദ്ധി, കീർത്തി, സന്താനങ്ങൾ, ശാരീരികമായ സുഖങ്ങൾ, ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം. സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം. ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭാഗ്യ സ സ്മൃതേത്. ആ കുട്ടി ദീർഘായുസ്സോടുകൂടി ഇരിക്കുമെന്നാണ് പറയുന്നത്. അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത്. ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും 2 ആചാര്യഗ്രഹങ്ങളാണ്. ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ്, വ്യാഴം ദേവാചാര്യനാണ്. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു. 2 ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മെയ് 15 മിഥുനൻ രാശിയിലേക്ക് വന്നത്. ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിന്. ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല. 1200 ഇടവം 29, അതായത് 2025 ജൂൺ 12 വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത്. വളരെയധികം ക്ലേശങ്ങൾ, കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും. ജൂൺ 16 വരെ 4 ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം. അതിനുശേഷം 16 ആദിത്യൻ മിഥുനത്തിൽ വന്നു. അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ്. സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും. 2 രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് ജൂൺ 12 മുതൽ 16 വരെ 4 ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 12 രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത്. ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ 12 വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ 12 വർഷം മുമ്പായിരുന്നു. ദുബായ്, മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത്. അതിനു മുമ്പ് 12 വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത്. അതിനും 12 വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം, യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നടിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട്. അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകരരാശിയിലെ സ്ഥിതി വളരെ അപകടകരമാണ്. മകരെ നീജഹ അല്പവിത്ത അസുഖി, അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക്. നീജഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു. അല്പവിത്ത ധനമില്ലാത്ത അവസ്ഥ വരുന്നു. അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ. ഏതായാലും ജൂൺ 16 മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു. ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. 1200 മിഥുനമാസം 23 അതായത് 2025 ജൂലൈ 7 വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു. അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക, മേടൻ രാശി മുതൽ 12 രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴമാണ്. ആ വ്യാഴം നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. അതൊരു നല്ല യോഗമാണോ? അല്ല. എന്താണ് 12ാം ഭാവം? പാപം, വ്യയം ച പതനം, നിരയം, വാമമമ്പകം, സ്ഥാനഭ്രംശം ച വൈകല്യം, ദ്വാദശേന വിചിന്തയത്.
തൻ്റെ സ്ഥാനഭ്രംശമാകുന്നു, വൈകല്യങ്ങളാകുന്നു, താൻ ചെയ്യുന്ന പാപകർമ്മങ്ങളാകുന്നു, തൻ്റെ മോക്ഷഭാവമാകുന്നു. ഇവിടെ 9-ാം ഭാവാധിപനായ ഗ്രഹമാണ് 12-ൽ നിൽക്കുന്നത്. അതൊരു നല്ല യോഗമല്ല. തൻ്റെ ഭാഗ്യങ്ങൾ, ഉപാസന, പിതാവ്, ഗുരു ഇവരൊക്കെ തന്നെ തൻ്റെ അപ്രിയ സ്ഥാനത്ത് വന്നു ചേരും. അതിനാൽ പിതാവിനെ ശുശ്രൂഷിക്കണം. പിതാവുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. അപ്രകാരം ഗുരുനാഥന്മാരുമായി നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെയും പിതാവിൻ്റെയും ശത്രുത, അവരുടെ അപ്രിയം തനിക്ക് നേരിടേണ്ടി വരും. തൻ്റെ ഉപാസന ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇവിടെ നന്നായി ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. പൂർവോപാസിത ദേവകോപം അശുഭം ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം ദൈന്യം ശുഭേ ദുർബലേ. 9-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ താൻ പണ്ട് ഉപാസിച്ചിരുന്ന ധർമ്മദൈവങ്ങളുടെ അപ്രിയമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ധർമ്മദൈവ സങ്കേതത്തിൽ പോകാതിരിക്കരുത്. അവിടെ പോകണം. അവിടെ തർക്കിക്കരുത്. അവിടെ ഒരു ദാസനായി, വിനീത ഭൃത്യനായി ധർമ്മദൈവങ്ങളെ മുന്നിൽ താണ് വണങ്ങിക്കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യുക. അപ്പോൾ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കട്ടെ. പിതാവുമായും ഗുരുവുമായും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പൂർവ്വമായ സ്വത്ത് നഷ്ടപ്പെടുന്ന സമയമാണ്. പക്ഷെ അതിലും ചതിവ് വരാൻ സാധ്യതയുണ്ട്. ബുധക്ഷേത്രത്തിലെ വ്യാഴമാണ്. രേഖാപരമായ വിഷയത്തിൽ ചതിയിൽപ്പെടുക. ഞാനിപ്പോഴും ദുബായിലാണുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നലെ ഒരു വീട്ടിൽ ജാതകം നോക്കിയ സമയത്ത് അവർ തങ്ങളുടെ വില കൂടിയ സ്വത്ത് ഒരാൾക്ക് കൊടുത്തു. 2.5 കോടിയുടെ പ്രോപ്പർട്ടിയാണ്. 20 ലക്ഷം അഡ്വാൻസ് വാങ്ങി. ആ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ്. അവരെ വിശ്വസിച്ച് ആധാരത്തിൻ്റെ മുഴുവനും പ്രമാണമൊക്കെ അവരുടെ കൈമ കൊടുത്തു. ഇപ്പോൾ 2.5 വർഷമായി ബാക്കി കാശില്ല, ആധാരം ലഭിക്കുന്നില്ല. അവർ ചതിക്കപ്പെട്ടു. അതാണ് 12-ലെ വ്യാഴം. രേഖ തനിക്ക് ചതിവായിട്ട് വരും. ശ്രദ്ധിക്കുക വളരെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രായമായി ബുദ്ധിമുട്ടിക്കിടക്കുന്നവർക്ക് മോക്ഷം ലഭിക്കേണ്ടുന്ന സമയമാണ്. വളരെയധികം പ്രായമായവർക്ക് മോക്ഷം ലഭിക്കും. 12-ാം ഭാവം മോക്ഷഭാവമാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം. താൻ ഇടുന്ന ധനത്തിനെ പറ്റി വളരെ ജാഗ്രത പാലിക്കുക. തനിക്ക് എത്ര പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശുഭമായി ഭവിക്കുകയില്ല. യശക്കീദൃശേ സത്വയെ സാഭിമാനി. താൻ അഭിമാനത്തോടുകൂടി ചെലവഴിച്ചാലും തനിക്കെങ്ങനെ യശസ്സുണ്ടാകും? യശസ്സുണ്ടാകില്ല. മതി കീദൃശി വഞ്ചനാജത് പരേഷാം. മറ്റുള്ളവർ വഞ്ചിച്ചിട്ട് തനിക്ക് എങ്ങനെ ബുദ്ധി നേർക്ക് നിൽക്കും? വിധി കീദൃശ അർത്ഥനാശസ്യേന. ധനം നശിച്ച് വിധിയെ പഴിക്കേണ്ടി വരും. ത്രയസ്തേ ഭവേയുർ വ്യയേ യസ്യ ജീവേ. 12-ൽ വ്യാഴം വരുമ്പോൾ ഇപ്രകാരമുള്ള ദുരിതങ്ങളുടെ പൂർണ്ണതയാണ് ചമത്കാര ചിന്താമണിയിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലവും അപ്രകാരമാണ്. കലഹ, അയാൾ വളരെ മൂർഖ സ്വഭാവം പ്രകടിപ്പിക്കും. മറ്റുള്ളവർ പറയുന്നൊന്നും മുഖവിലേക്ക് എടുക്കില്ല. തൻ്റെ ഈഗോ അത് ജയിക്കണം. താൻ തന്നെ വലിയ ആളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. അനാവശ്യമായ സഹായ സഹകരണങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക, ധനം നശിക്കുക. ഈ സമയത്ത് 1 രൂപ കൊടുത്താലും തിരിച്ചു ലഭിക്കില്ല. ശാരീരികമായി വ്യാഴം രോഗഗ്രഹമാണ്. കർക്കിടകൻ രാശിക്കാർക്ക് 6-ാം ഭാവാധിപനാണ്. അതിനാൽ തൈറോയിഡുമായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. അപ്രകാരം തന്നെ ഇയർ നോസ് ത്രോട്ട് ബുദ്ധിമുട്ടിപ്പിക്കും. കർക്കിടക രാശിക്കാർക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്രകാരം ധാരാളം ബുദ്ധിമുട്ടുകൾ കർക്കിടക രാശിക്കാർക്ക് വരുന്ന സമയമാണ്. പ്രാർത്ഥനകൾ ചെയ്യണം. തുളസിമാല, പാൽപ്പായസം, വിഷ്ണു സഹസ്രം ജപിക്കുക. അപ്രകാരം നാരായണ കവച മന്ത്രം ജപിക്കുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോവുക. നന്ദി, നമസ്കാരം.